ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള 4 മണി പലഹാരമാണ്. നേന്ത്രപ്പഴവും റവയൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മുടെ ഇഷ്ടമുള്ള അളവിൽ ചേർക്കാവുന്നതാണ്. നെയ്യ് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പം കാഷ്യൂ നട്ടും ബദാമും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നും കോരി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന നെയ്യിൽ നേന്ത്രപ്പഴം വഴറ്റിയെടുക്കണം. ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴം നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഈ പഴം നമുക്ക് വെന്തുടഞ്ഞു വരണം. ആ ഒരു പാകം വരെ കുക്ക് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നേരം വഴറ്റുമ്പോഴേക്കും പഴം നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പഴം പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ 1 മിനിറ്റ് നേരത്തേക്ക് വറുത്തെടുത്താൽ മതി. റവ പാകത്തിന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പഴം നമുക്ക് ഉടച്ചെടുക്കണം. റവയും പഴവും നല്ലതുപോലെയൊന്ന് യോജിച്ച് വരണം. ആ ഒരു പാകത്തിന് നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ പാൽ പെട്ടെന്ന് വറ്റിപ്പോകുകയും ചെയ്യും. റവ നമുക്ക് കുക്കായിട്ട് കിട്ടുകയുമില്ല. റവ ഇപ്പം നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ലൂസായിട്ട് വരും. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും ബദാമും ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി കയ്യിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് മുഴുവനും ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേന്ത്രപ്പഴവും റവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രുചിയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.